3.5 കിലോ കഞ്ചാവുമായി 2 ആസാം സ്വദേശികളെ പത്തനംതിട്ട പോലീസ് പിടികൂടി. പത്തനംതിട്ട കാലിക്കറ്റ് കോളേജ് ബോയ്സ് ഹോസ്റ്റലിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥയുള്ള വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആസാം സ്വദേശികളായ ഹുസൈൻ അലി 38, മുഹമ്മദ് സഹറുദ്ദീൻ 44 എന്നിവരാണ് ബുധനാഴ്ച വൈകിട്ടോടെ പോലീസ് അറസ്റ്റിലായത്. ജില്ലാ പോലീസ് മേധാവി വി അജിത്തിന് ലഭിച്ച രഹസ്യ വിവരം കൈമാറിയതിനെ തുടർന്ന് ഡാൻസ് ഓഫ് സംഘവും പത്തനംതിട്ട പോലീസും ചേർന്ന് നടത്തിയ സംയുക്ത നീക്കത്തിലാണ് ഇവർ കുടുങ്ങിയത്. ജില്ലാ നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പിയും ഡാൻസ് ഓഫ് ജില്ലാ നോഡൽ ഓഫീസറുമായ ജെ ഉമേഷ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പോലീസ് നീക്കം. വീട്ടിൽ കഞ്ചാവ് സൂക്ഷിച്ചിട്ടുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം വീട് വളഞ്ഞ് പ്രതികളെ സാഹസികമായി പിടികൂടുകയായിരുന്നു. സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ചുള്ള സുരക്ഷാ ഒരുക്കത്തിന്റെ ഭാഗമായി പോലീസ് നടത്തിയ വ്യാപക പരിശോധനയ്ക്കിടെയാണ് ഇവർ കുടുങ്ങിയത്. കഞ്ചാവ് തൂക്കി വിൽക്കുന്ന ഡിജിറ്റൽ ത്രാസും വീട്ടിൽ നിന്നും കണ്ട് എത്തിയിട്ടുണ്ട്. ചാക്കിനുള്ളിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു കഞ്ചാവ് ഒളിപ്പിച്ചിരുന്നത്. റബ്ബർ തോട്ടത്തിന് നടുവിലെ ഒറ്റപ്പെട്ട വീട്ടിൽ സ്ത്രീകൾ ഉൾപ്പെടെ ആസാംകാർ കാലങ്ങളായി താമസിച്ചു വരികയാണ്. ഹോൾസെയിലായും ചെറു പൊതികളായും ആവശ്യക്കാർക്ക് വിൽപ്പന നടത്തി വരികയാണ് പ്രതികളെന്ന അന്വേഷണത്തിൽ വ്യക്തമായി. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. പത്തനംതിട്ട പോലീസ് തുടർ നടപടികൾ കൈക്കൊണ്ടു. ഓണക്കാലവുമായി ബന്ധപ്പെട്ട് എല്ലാത്തരം ലഹരി വസ്തുക്കളെയും കടത്തും വിൽപ്പനയും തടയുന്നതിന് ശക്തമായ നിയമ നടപടികളും വിദ്യാർത്ഥികൾക്ക് ഇവ ലഭ്യമാക്കുന്നതിന് തടയുന്നതിനുള്ള പ്രത്യേക പരിശോധനകളും തുടരുമെന്ന് ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. കഴിഞ്ഞിടെ 11 ഗ്രാം ബ്രൗൺ ഷുഗറുമായി ആസാം സ്വദേശിയെ അടൂരിൽ നിന്ന് പോലീസ് പിടികൂടിയിരുന്നതായി പോലീസ് പറഞ്ഞു.